ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് മുംബൈയിലെ ഏറ്റവും അടിപൊളി സ്ട്രീറ്റ് ഫുഡ് കിട്ടുന്ന സ്ഥലത്താണ്. അപ്പോൾ ഞാനും മുതൽ ഇങ്ങോട്ട് ഇറങ്ങി ഒരു ചലഞ്ച് അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് സുഹൃത്തുക്കളെ. അപ്പൊ ഇവിടെ ഫുള്ള് സ്ട്രീറ്റ് ഫുഡ് ആണ്. ഇവിടെ നമ്മുടെ അടുത്ത റെയിൽവേ സ്റ്റേഷൻ അടുത്താണ്. അതുകൊണ്ട് കുറെ ആൾക്കാർ കാണും, നോയ്സ് കാണും. അപ്പൊ റൂൾസ് വേറെ ഒന്നുമില്ല. എനിക്ക് 300 രൂപ, മൃദുലയ്ക്ക് 300 രൂപ, ടോട്ടൽ 600 രൂപ. 300 രൂപയ്ക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി ഫുഡ് ആര് കഴിക്കുന്നു അവരായിരിക്കും ഈ ഒരു ചലഞ്ചിൽ വിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ടൈമൊന്നുമില്ല. അത് ഫുള്ള് എടുക്കുന്ന ഫുള്ള് നമ്മൾ പണ്ടത്തെ കണക്ക് തന്നെ ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പാടില്ല. ഫുള്ള് ഫുഡും കഴിച്ചേ പറ്റത്തുള്ളൂ. അപ്പൊ മാക്സിമം നമ്മൾ ചീപ്പായിട്ട് നമ്മൾ സ്ട്രീറ്റ് ഫുഡ് കഴിക്കാനായിട്ട് നോക്കുക. അവരായിരിക്കും വിൻ ചെയ്യുന്നത്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലെ പാനിപൂരി, ബേൽപൂരി, മസാൽപൂരി, അല്ല എല്ലാ ഫുഡും ഉണ്ട്. ഇത് ഓക്കെ. എനിക്ക് ഒന്നാമത്തെ കാര്യം, എനിക്ക് പാനിപൂരിയും മറ്റേ പാവ് ബജിയൊക്കെ ഇഷ്ടമാണ്. വേറെ കുറച്ച് ഫുഡൊന്നും ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പൊ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് സുഹൃത്തുക്കളെ. അപ്പം തിരിച്ച് ഫ്ലൈറ്റിൽ അല്ല, ഇപ്പൊ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോണം. അപ്പൊ ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പൊ തുടങ്ങാമോ ചലഞ്ച്? അപ്പം എത്രത്തോളം ചീപ്പായിട്ട് ആരാണ് സ്ട്രീറ്റ് ഫുഡ് ഫുൾ ആയിട്ട് കഴിക്കുന്നത് നോക്കാം. നമ്മുടെ മുന്നിൽ വെറും 300 രൂപ മാത്രമാണ് സുഹൃത്തുക്കളെ ഉള്ളത്. അപ്പൊ ഫസ്റ്റ് ഗെയിം സ്റ്റാർട്ട് ഞാനാട്ടോ. അപ്പൊ എനിക്ക് 300 രൂപ തന്നിട്ടുണ്ട്. ഇവിടെ പിന്നെ ബാർഗനിങ് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഓൾറെഡി അവരെ എഴുതി ഫിക്സഡ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി അത് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് കഴിച്ചാൽ മതി. പിന്നെ ആ കഴിക്കാത്ത ഫുഡാണ്, കുഴപ്പമില്ല, നമുക്ക് കഴിച്ചു നോക്കാം. ഞാൻ ഫസ്റ്റ് പറഞ്ഞത് നമ്മുടെ ദഹിപൂരി കേട്ടോ. അത് ഒരു പ്ലേറ്റ് 60 രൂപയാണ്. പക്ഷെ ഒരു പ്ലേറ്റ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. ഫുള്ള് കഴിക്കണ്ടേ? ഈ ഒരു ഭാഗം നമുക്ക് നല്ല ഫുഡ് കിട്ടുമെന്ന്. നമ്മുടെ കയ്യിലൊക്കെ അവർ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടാ അത് ചെയ്യുന്നു. ദഹിപൂരി തൈരായിരുന്നു. ഞാൻ ഇത് സ്വീറ്റ്സ് ആണെന്ന് പറഞ്ഞാൽ തൈര കേട്ടോ. തൈര ഇത് നമ്മുടെ മിക്സറിന്റെ പൊടിയും മറ്റേ മിക്സിനകത്തിനൂടെയും പിന്നെ ഇവർ എല്ലാ ഫുഡിന്റെയും കൂടെ മല്ലിയില മസ്റ്റാണ്. മല്ലിയില പുളിപ്പും മധുരവും ഒരു ചെറിയൊരു എരിയും. പക്ഷെ കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. ഫസ്റ്റ് ഞാൻ ദഹിപൂരി കഴിച്ചു, 60 രൂപയായിരുന്നേ. സെക്കൻഡ് ഞാൻ പാനിപൂരി പറഞ്ഞിട്ടുണ്ട്, അതിന് 35 രൂപ. അപ്പൊ ടോട്ടല് 95, 95. തണുപ്പ് അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലല്ല. ദഹിപൂരി ആൻഡ് പാനിപൂരി 95, ബാലൻസ് 5. താങ്ക് യു. ഓക്കെ, നെക്സ്റ്റ്. ഇനി കുറച്ച് വെള്ളമാവാം. ഇവിടെ റേറ്റ് ചോദിച്ചിട്ടുണ്ട്. എല്ലാത്തിനും 25 രൂപ. മാംഗോ കുടിയട്ടെ? അടിപൊളി. ഫിനിഷ്. ബാലൻസ് ഇനി ഞാൻ 3 ഐറ്റം കഴിച്ചിട്ടുണ്ട്. ഇനി ബാലൻസ് 180 രൂപ. ബൈ. ഏക്കോ കിतना? എങ്ങനെ ചോദിക്കുന്നത്? ഏക്കോ കിतना? 25. ഏക്കോ ഗൈസ് ഒന്നിന് 25 രൂപയൊക്കെ പറയുന്നത് ഗൈസ്. എന്റെ പൈസ കൊടുക്കൂല. ഇത് കഴിക്കാൻ ടൈം പിടിക്കുവേ, ചൂട്. ഗൈസ് എന്റെ 4th ഐറ്റം ദാബേലിയാണേ. ഈ ടൊമാറ്റോ സോസ് പോലെ എന്തോ ഒരു സാധനം, പിന്നെ കപ്പലണ്ടി വറുത്തത്, പിന്നെ മറ്റില്ല ഇത് ഈ മിക്സറിലൊക്കെ കിട്ടുന്ന ചെറിയ പൊടി. ആ ഒരു ടേസ്റ്റും ഉണ്ട്, പിന്നെ ആ ഒരു ചെറിയൊരു എരിയുണ്ട്. കൊള്ളാം. വേണോ? Destroyed in a second. It's okay.
आपका दबेली सूपर താങ്ക് യു ഗൈസ്. ഞാൻ 4 ഐറ്റം കഴിച്ചു. ഇനി എൻ്റെ 155 രൂപയുണ്ട്. വാ ഇങ്ങോട്ടേലും വാ. വാ 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 വാ. भाई इसका नाम क्या है? खिचिया पापड़ बोलते हैं। खिचिया पापड़, खिचिया। किसिया पापड़. वन को कितना मिला? एक का 50 का, 50 बना के 50 रुपए का एक पापड़ है। 50 एक मिला मिला है? मिला तरन एक दिया. सॉरी एक दिया. एक दे दो. ഇതിന്റെ പേരെന്തുവാ? കിച്ചിയ പപ്പട്. केशियट पपड़. इसका है घी बटर. ओके पापड़ में बटर मसाला നാലായിട്ട് പൊടിച്ചിട്ട് ഗൈസ്. ഇതെനിക്ക് ഇവര് വീട്ടിൽ ഉണ്ടാകുന്ന ഞാൻ തോന്നുന്നു. കുക്കുംബർ. ഇത് കറക്റ്റ് സ്ട്രീറ്റ് ഫുഡ് ആട്ടോ ഗൈസ്. നമ്മൾ തിരിച്ചും ഫ്ലൈറ്റിലായിട്ടാ പോന്നെ. ഫ്ലൈറ്റിന് ബാത്റൂമിലാണ്ട് കുഴപ്പമില്ല. കാരണം നമ്മൾ എന്നും കഴിക്കാത്ത ഫുഡ് ചിലപ്പോൾ നമുക്ക് വയറ്റിന് പിടിക്കും, നല്ലതാണെങ്കിൽ പോലും. मैडम को आम दो, आम है आम खाने के लिए चेरी कच्चा चेरी എന്താ പറയാ, നമ്മള് മാങ്ങ കഴിച്ചിട്ട് खाओ पता चलेगा। താങ്ക് യു ബൈ. काम फिर आना पड़ेगा। അച്ഛാ ഫുഡ് നമ്മൾ ഇത് ഒരിടത്ത് കഴിച്ചു നോക്കിയാൽ പിന്നെ ഇത് കഴിക്കാൻ വേണ്ടി ഇവിടെ വരുമെന്നായിട്ട് ചേട്ടൻ പറഞ്ഞേ. വലിയൊരു അബദ്ധം പറ്റി. എന്റെ വയറൊന്നാവണ്ട്. ഇത്രയും കൂടെ ഞാൻ തിന്നുമ്പോഴത്തേക്കും തിന്നാം. അതാ നമ്മുടെ ടേസ്റ്റ് വേറെ അല്ലേ. അവരിനതെ തൈരിന്റെ ഇത് ഭയങ്കര ഉപ്പാട്ടോ. പപ്പടം പിന്നെ ഉപ്പാണ്, പക്ഷെ തൈരൊക്കെ ഇട്ടുകൊണ്ട് ആ ഒരു പുളിയുണ്ട്. പിന്നെ ഹെൽത്തി ആയിട്ട് പച്ച മാങ്ങയൊക്കെ നല്ല ചെറുതിനെ അരിഞ്ഞഴിഞ്ഞിരുന്നുണ്ട്. അണ്ണം കഴിച്ചിട്ടുണ്ടോ ഇത്? ഇത് കഴിച്ചിട്ടുണ്ടോ? ഉണ്ട്. എനിക്ക് അത്രയും ഫുഡ് കഴിച്ചൊരു വിശ്വാസം ഉണ്ടായിരുന്നു, പക്ഷെ ഇവിടെ ഒന്നും കഴിച്ചൊരു വിശ്വാസം ഇല്ല കേട്ടാ. ഉള്ളത് പറയാല്ലേ. ഹിന്ദിയൊക്കെ വന്ന് പപ്പട് മിലാവോ നമുക്ക്. സത്യസന്ധ എങ്ങനെയുണ്ട് സാധനം? കുഴപ്പമില്ല. എന്നാ ഇളവി കിടന്ന എവള് പാർസൽ ചെയ്ത ട്രെയിനിലും അല്ലോ കേട്ടോ, കാർഗോ ട്രെയിനിലും അല്ല കയറ്റി വിട്ടാതെ കേട്ടോ. ഇത് ടേസ്റ്റ് ഉണ്ട്, പക്ഷെ ഞാൻ ഇത് മൊത്തം തിന്നുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തിന്നില്ലെങ്കിൽ ചലഞ്ച് ചെയ്യുന്ന ഔട്ടാവും. ഇപ്പൊ എത്ര ഐറ്റം മൊത്തം കഴിച്ചെന്ന് ഓർമ്മയുണ്ടോ? ഇത് അഞ്ചാമത്തെ ഐറ്റം. അഞ്ചാമത്തെ ഐറ്റം. ആ അപ്പൊ ചീപ്പാണ്. എന്റെ കഴിച്ചതായിട്ട് ഇഷ്ടപ്പെട്ടെന്തോ? പാനിപ്പൂരി ഒരു ബേൽപൂരി. പാനിപ്പൂരി കൊള്ളാം, ബേൽപൂരി കൊള്ളാം. അല്ലെ ഇതൊരു കഴിച്ച എല്ലാം കൊള്ളാം. നമ്മള് ഈ ചലഞ്ചില് ക്വാണ്ടിറ്റി കുറച്ച് ഫുഡ് കഴിക്കാവും. ഞാൻ വിചാരിച്ച പപ്പടം മാത്രമേ ഉള്ളൂ, ഇത്രയും തരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അടുത്ത മുംബൈ 50 ഉണ്ട് ഗൈസ്. ഒരു നേരത്തെ ഫുഡിനതുണ്ട്. എനിക്ക് ഇച്ചിരി വേണം. അങ്ങനെ എത്രാമത്തെ ഐറ്റം? അങ്ങനെ മൃദുല ഗൈസ് 5ാമത്തെ ഐറ്റം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. 5ാമത്തെ ഐറ്റത്തിന് 50 രൂപ. ബൈ, താങ്ക് യു. ബായിക്ക് നാണം വന്നത്. ഇനി എനിക്ക് ലെമൺ സോഡ വല്ലതും വേണം. അയ്യോ കമ്മലൊക്കെ കൊണ്ട് വെക്കുന്നു, പക്ഷെ സമയമില്ല. നമ്മൾ ചലഞ്ചിലായി പോയല്ലോ അല്ലേ. കിട്ടുന്ന ലെമൺ സോഡ നേ. അയ്യോ ഇവിടെ ജ്യൂസസേ ഉള്ളു കേട്ടോ. എല്ലാത്തിനും 100 രൂപയൊക്കെ. എൻ്റെ കയ്യിൽ ബാലൻസ് 105 രൂപ ഉള്ളു കേട്ടോ. വേണ്ട, നിങ്ങൾക്ക് വേറെ കട ചോദിക്കാം. അവിടെ എല്ലാത്തിനും ഭയങ്കര പൈസ. 100 രൂപയൊക്കെ ആവും ലെമൺ സോഡ കുടിക്കുമ്പോഴത്തേക്കാണ് കഴിക്കുന്ന പൈസ. അവിടെ ഇല്ല ലെമൺ സോഡ. 40 റുപ്പീസ് തന്നെ. ആ 1. അപ്പൊ നമ്മുടെ 6ാമത്തെ ഐറ്റമായ ലെമൺ ജ്യൂസ്. ബാക്കി ബാലൻസ് 60 രൂപ. അവിടത്തെ കറങ്ങിയിട്ട് വീണ്ടും പഴയ സ്ഥലത്ത് നിന്ന് തന്നെ കേട്ടോ. പക്ഷെ ഇവിടുത്തെ ടേസ്റ്റ് മാംഗോ ജ്യൂസിന് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ഇവർ എന്താ അടിച്ചടിച്ച് ഉണ്ടാക്കുന്നത് എനിക്ക് അറിയൂടാ, പക്ഷെ എനിക്ക് ഒന്നുകൂടെ വേണം. ഞാൻ ഈ മാംഗോ ജ്യൂസ് തന്നെ കുടിച്ചില്ല, ഞാൻ ഓറഞ്ച് ജ്യൂസ് കുടിക്കാൻ പോവാം. ഗൈസ് എന്റെ 7ാമത്തെ ഐറ്റം ഓറഞ്ച് ജ്യൂസ്. ഗൈസ് ഇനി ബാലൻസിന് എൻ്റെ 40 രൂപ ഉണ്ട്. ഇതിൽ ഞാൻ 40 രൂപ വെച്ചാൽ ഞാനൊരു വെജ് ഫ്രാഗിയും കൂടെ ആകുമ്പോൾ എനിക്ക് 8 ഐറ്റം ആവും. ഞാൻ 8 ഐറ്റത്തിൽ നിർത്തുക, കാരണം പൈസയും തീർന്നു. നാട്ടിലെ ഷവർമ വെജിറ്റബിൾ ഷവർമ. കൊള്ളാം, വെജാ കൊള്ളാം.
നല്ല ഇതുണ്ട് കേട്ടോ, കപ്പാസിറ്റി ഉണ്ട്. എന്തോ ഐറ്റം കഴിക്കും, എന്നെ കൂടെ ഇത്ര കഴിക്കാൻ പറ്റത്തില്ല. പെണ്ണിന്ന് എങ്ങോട്ട് പോകുന്നോ രാവിലെ പട്ടിണി ഉച്ച ചോറുന്നില്ലേ ഇവള്? ചോറ് വെച്ചാലും കുറച്ച് കഴിക്കത്തുള്ളൂ. പക്ഷെ മത്സരം പറയുമ്പോഴേക്കില്ല ഉള്ളിൽ നിന്നൊരു വേറൊരു ചോറ് തിന്നു. ഉച്ചയ്ക്ക് ഇന്ന് മത്സരം എന്ന് പറയുമ്പോഴേക്കും ഇച്ചിരി കൂടെ കീറ് കയറും. അതാണ് ഇവിടെ നടക്കുന്നത്. അവസാനിപ്പിക്കാൻ വേണ്ടി പോകുന്നു. ലാസ്റ്റ് ബൈറ്റ് ആണോ? സീരിയസ്ലി കഴിച്ചത് ഇത്രയും ഐറ്റം അവള് കഴിച്ചില്ല. അതും ഒരു ശകലം പോലും അവള് വേസ്റ്റും ചെയ്തില്ല, ഫുള്ള് കഴിക്കുകയും ചെയ്ത്. സമ്മതിച്ചു സീരിയസ് സമ്മതിച്ചു. ഇനി നാളെ നമുക്ക് പോകേണ്ടതാണ്. ഇത് നമ്മൾ അവസാനത്തെ ദിവസമാണ് നമ്മുടെ മുംബൈയില്. നാളെ ഇനി പോകുന്നതിന് മുമ്പ് വയറ്റിന് വേറെ തിന്നൊന്നും ഒറ്റ ബൈറ്റ് കൂടി. My last 40 rupees. എന്റെ ചലഞ്ച് കംപ്ലീറ്റ് ആയി. ഞാൻ 300 രൂപ കറക്റ്റ് തീർക്കുകയും ചെയ്തു. 8 ഐറ്റം കഴിക്കുകയും ചെയ്തു. ഫുൾ അത് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു. വയറ് തീർക്കുകയും ചെയ്തു. ജസ്റ്റ് ഇനി ഏട്ടൻ സ്റ്റാർട്ട് ചെയ്യോ? ഇനി ഏട്ടന്റെ ചലഞ്ച് കാണാം. ഓക്കെ, അപ്പോ നമ്മളത് തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. ലെറ്റ്സ് ഗോ. സ്റ്റാർട്ട് ചെയ്യ്. ബ്രേക്ക് ഡാൻസ് ഒക്കെ. ഫൈനൽ പാനിപൂരി. ഇതിന്റെ പ്രകാരം പറഞ്ഞോ? പാനിപൂരി കംപ്ലീറ്റ്. ഓക്കെ. അപ്പൊ എത്ര രൂപ? പാനിപൂരി 35 രൂപ. അതെന്താ തൈരാ? കണ്ട മസാല അതെന്താ തൈരാന്ന് തോന്നുന്നു. തൈരാന്ന് തോന്നുന്നു കേട്ടോ, കണ്ടിട്ട്. ഇതാണ് ഐറ്റം, മസാല ചാസ്. 25 രൂപ. 25 രൂപ. രണ്ടാമത്തെ ഐറ്റം. എന്റെ 2 ഐറ്റം ചീപ്പാ, കുഴപ്പമില്ലായിരുന്നു. എന്നാ ഐറ്റം തൈരിനകത്ത് നമ്മളെ ജീരകം, മസാല ഇട്ടത്, ഒരു ചാറ്റ് മസാല എല്ലാം കൂടി ഇട്ട ഐറ്റം. എനിക്ക് ചുമയാണ്. ഐസും ഞാൻ ഐസ് തുപ്പികള ഐസ് തുപ്പികളെങ്കിൽ ഐസ് ചവിട്ടി പൊടിച്ച് തിന്നു. ചവച്ചരച്ച് തിന്നു. ഓക്കെ. അപ്പം 35 പ്ലസ് 25 60. നല്ല ചൂടുണ്ട്. ഭയങ്കര ചൂടാ. കല്ലിൽ ഉൾപ്പെടുത്തിരുന്നല്ലേ. എങ്ങനുണ്ട്? അടിപൊളി ഐറ്റം അല്ലേ? സൂപ്പർ ഐറ്റം. അടിപൊളി ഐറ്റം. ഞാൻ വാങ്ങിയ സെയിം ഐറ്റം അല്ലേ? നോട്ട്. ആ കറക്റ്റാ, സെയിം ഐറ്റം തന്നെ. എങ്ങനെ കഴിച്ചിട്ടുണ്ട് ഇത്രയും? സമ്മതിച്ചോ? മറ്റേ പപ്പടത്തിന്റെ സാറിന് ഓർമ്മ എടുക്കട്ടെ. അത് ഞാൻ കഴിക്കൂല. അതേട്ടാ കഴിക്കൂല. ഞാൻ എന്തുകൊണ്ടിത് അണ്ണ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലല്ലോ അണ്ണാ. ഇതിന്റെ പേരെന്ത്? ചേമ്പല വെച്ചുണ്ടാക്കുന്ന ആലുവടി. ആലുവടി നമ്മള് കഴിച്ചായിരുന്നു. 1 ആലുവടി. എഗ് പ്ലേറ്റ് 1 3-4 പീസ് വേണ്ട. ഒരെണ്ണം മതി. പുള്ളി ഒരു പ്ലേറ്റ് തരാന്ന് പറയുമ്പോ ഞാൻ പുള്ളിയുടെ സംസാരിച്ച് എനിക്ക് ഒരെണ്ണം മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. 20 രൂപയ്ക്ക്. അതൊക്കെ സംസാരിക്കണം, നീ സംസാരിച്ച് വേണം. അതല്ല എനിക്ക് വിഷമം. എന്തുകൊണ്ട് ജിലേബി ഒക്കെ ഇരിക്കുന്നത്? എനിക്ക് മധുരമുള്ള ഒന്നും കിട്ടിയില്ല. എന്ത് ചാനോ? ആലുവടി നമ്മൾ തിന്നെയാ. ഇത് ഐറ്റം ആയിട്ട് കൗണ്ട് ആയല്ലോ. ഹലോ ഗൈസ്, എന്തുവാ കറങ്ങി നടക്കുന്നത്? ചായ കൂടി കൊടുക്കലും. ചായ കിട്ടുന്നില്ല. ചായ വേണം. ചായ വേഗം. കാജോടി ഭായ്. ഏട്ടന് ബുദ്ധിയുണ്ടേ. ക്വാണ്ടിറ്റി കുറച്ച് ഫുഡ്. കാജോടി ഭായ്. ഒന്നിന് 40 രൂപ ഉണ്ടോ? ക്യാഷിനൊക്കെ കിട്ടാ. അതാ ഞാനുള്ള പപ്പടം എല്ലാം കൂടെ വഴച്ച് നിൽക്കണോ? ഉപ്പ് സാധനം നട്സൊക്കെ ഉണ്ട്. 40 രൂപ. 40 ആയില്ല, 30 ആയുള്ളൂ. ഇതിന് 30 രൂപ ഉള്ളോ? 30 ഉള്ളൂ.
അണ്ണന്റെ പപ്പടം. ഗൈസ് അതൊക്കെയാണ് കറക്റ്റ് സ്ട്രീറ്റ് ഫുഡ് എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് സ്ട്രീറ്റ് ഫുഡ് അല്ല, ഇത് സ്ട്രീറ്റിലാണ്. സ്ട്രീറ്റ് ആണ്, പക്ഷെ സ്ട്രീറ്റിൽ നിന്ന് ലൈവായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ചൊറിഞ്ഞോണ്ട് ഡീ കാഞ്ചോട് അണ്ണൻ ലൈവായിട്ട്. അത് ഇതല്ല, ഇത് എണ്ണയിലിട്ടുണ്ടാകുന്ന സാധനം അല്ല. അപ്പൊ അണ്ണ എത്ര ഐറ്റം? പാനിപ്പൂരി, മറ്റേ ഡ്രിങ്ക്, പിന്നെ മറ്റേ ബജ്ജി. ഇത് 4ാമത്തെ ഐറ്റം. 4 ഐറ്റം കഴിച്ചു. ദോശ കഴിക്കാം. ഞാൻ കറക്റ്റ് സ്ട്രീറ്റ് ഫുഡാണ് കഴിച്ചത് ഗൈസ്. അതൊന്നും എനിക്ക് അടക്കാൻ വയ്യ. പക്ഷെ ഈ സാധനത്തിന് ബുദ്ധിയുണ്ട്. ചെറിയ ക്വാണ്ടിറ്റിയില് എനിക്കാണെങ്കിൽ തിന്നിട്ട് നടക്കാനും വയ്യ. സാധാ ദോശ, സാധാ ദോശ, സാധാ ദോശ, സാധാ ദോശ. അതൊന്നും വില കുറവാണ്, 40 രൂപയുള്ളൂ. ട്രൈ ചെയ്യുന്നോ? 160 രൂപ, അതുകൊണ്ട് വേണ്ട. നാളെ നമ്മൾ കക്കൂസി കയറുമ്പോ പ്രകമ്പനം കൊള്ളിക്കും. ഇവിടെ മുമ്പേ ആയതുകൊണ്ട് എന്തും പറയാല്ലേ. അത് സത്യമല്ലേ, ആ ഒരു ഫ്രീഡം ഉണ്ട്. പക്ഷെ അറിയാന്നുണ്ടെങ്കിൽ അറ കിട്ടും. അത് നവീന മണ്ടലോട്ട് കയറ്റിയിരുന്നാ മതി. ഒരുപാട് മസാല ഇട്ടാ ദോശ തിന്നാൻ പറ്റത്തില്ലല്ലോ. സാദാ ദോശ. എന്തൊക്കെ വരുന്നുണ്ട് ദോശയിലൂടെ? മല്ലി ചട്നി, മിന്റ് ചട്നിയും. പക്ഷെ നമ്മളാണ് ദോശയിൽ കിങ് കേട്ടോ. നമ്മളെ നാട്ടിലെ ദോശയിൽ കിങ്. സെയിം അതേ ദോശ തന്നെ. അണ്ണൻ ഇതൊക്കെ കഴിച്ചു മടുത്തിട്ടുണ്ടോണ്ട് വലിയ ഇതൊന്നും ഇല്ലല്ലോ. കഴിക്കത്തില്ല ഇതല്ല സ്ട്രീറ്റ് ഫുഡൊക്കെ? ഇഷ്ടംപോലെ. പെങ്ങളെ കഴിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞില്ലായിരുന്നു പൊടിയുണ്ടോ? അടുത്ത് നമുക്ക് ജ്യൂസ് കുടിക്കാം. ലൈം. എനിക്ക് ദാഹമുണ്ട്. നമ്മൾ ചിലപ്പോ ഐറ്റം പൊട്ടിച്ചാ പോലെ. ഞാൻ ഏതാണ് ഇതിന്റെ ക്ലോസ് ആവാറായി. കോൺഫിഡൻസ്. അതെങ്ങനെ 5 8 3 വ്യത്യാസമുണ്ട്. ഇതുകൂടി മാറണാവൂലേ? ഇനി ഇതും കൂടെ ആകുമ്പോ ഏട്ടന് 215 രൂപയാവേ. 215 രൂപ. അതുപോലെ 8 ഐറ്റം. 6 ഐറ്റം. 8 ഐറ്റം നിനക്കല്ല, അത് പൊട്ടിക്കും ഞാൻ. മൊസംബി ജ്യൂസ് ഒറ്റ കളിക്ക് കുടിച്ചു കഴിഞ്ഞാൽ കറങ്ങി കറങ്ങി ഈ ചേട്ടന്റെ കടയിൽ തന്നെ വീണ്ടും വന്നു. ഗൈസ്, I have only 45 rupees. I need 2 items. This one and this one. bhai are you giving for 45 rupees? What is it? This is cheating. എടേ ഞാൻ ബാർഗൈൻ ഒന്നും ചെയ്തില്ലടേ. ബാർഗൈൻ ചെയ്യണം. ബാർഗൈൻ ചെയ്തില്ലാതെ ഇവിടെ ഇല്ലായിരുന്നു. ആ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞേ 45 രൂപ ഉള്ളൂ, 2 ജ്യൂസ് വേണോന്നേ, കുടിച്ചോളാൻ. 5 രൂപ അങ്ങനെ കുറച്ച് കൊടുത്ത് പ്രവീൺ പ്രദീപ് ദാണ്ടെ ലിച്ചിയിൽ ഒതുക്കുന്നു. ഒരൈറ്റത്തിൽ എന്നെ പൊട്ടിച്ചിരിക്കുന്നു. ഞാൻ ബാർഗൈനിങ് ഒന്നും ചെയ്തില്ല. ഈ ഐറ്റം 3 ഉപ്പും എരിയും. അവർ വേറൊരു മസാല ഇട്ട് നമ്മളെ ചുമയുടെ മരുന്നില്ലേ ടോണിക്ക്, സെയിം ടേസ്റ്റ്. ഭായി ഉള്ളതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. ബൈ, താങ്ക് യു, യു സേവ് മീ. അപ്പോ സക്സസ്ഫുള്ളി നമ്മുടെ സ്ട്രീറ്റ് ഫുഡ് ചലഞ്ച് ഞാൻ വിൻ ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടു. ഞാനും ഒരു 5 രൂപയ്ക്ക് ഞാൻ ബാർഗൈൻ ചെയ്താണ്, ഇല്ലെങ്കിൽ ഞാൻ തോറ്റേനെ. കാരണം ഏതാണ്ടൊക്കെ ഫുഡിന് ഇവിടെ എല്ലാ ഫുഡും സിമിലർ ഫുഡാണല്ലോ, സിമിലർ റേറ്റ് എല്ലായിടത്തും ഫിക്സഡ് പ്രൈസും. അതങ്ങനെ കുറയ്ക്കുന്നതില്ല. പിന്നെ നമ്മള് വീഡിയോ എടുക്കുന്നത് കൊണ്ട് അവർക്ക് റിക്വസ്റ്റ് ചെയ്തോണ്ട് ചേട്ടൻ അറിയാം, നമ്മുടെ ചാനൽ കണ്ടു, അതുകൊണ്ടൊക്കെ കുറച്ച് തന്നതാ. ഒരു 5 രൂപ. നല്ല ക്രൗഡാ. അപ്പൊ അത്രയുള്ള കാര്യം നമ്മുടെ ഈ ഒരു ചലഞ്ച് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണം. ഹോപ്പ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലുള്ള ബൈ.